പണം ഇരട്ടിപ്പിക്കുന്ന സ്കീമുകൾ അന്വേഷിക്കുന്നവർക്ക് വിരൽത്തുമ്പിൽ ലഭ്യമായ ഒരു നിക്ഷേപ പദ്ധതിയാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ്. മൊബൈൽ ബാങ്കിംഗ് ആപ്പിൽ 4 ക്ലിക്കിലൂടെ തുടങ്ങാം. രാജ്യത്ത് ഏകദേശം 250 കോടി ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിലും 4-1 ഉപഭോക്താക്കൾക്ക് പോലും RD എന്നറിയപ്പെടുന്ന റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകളില്ല. അറിവില്ലായ്മയാണ് കാരണം. ബിറ്റ് കോയിനും ഡിജിറ്റൽ കറൻസിയും ഫ്യൂച്ചേഴ്സും തിളങ്ങുന്ന വിപണിയിൽ RDക്ക് എന്തു പ്രസക്തിയെന്ന് തോന്നാം. എന്നാൽ ഇത്രയും സുരക്ഷിതവും ശക്തവും ലളിതവുമായ മറ്റൊരു നിക്ഷേപ പദ്ധതിയില്ല. എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം. പണത്തിന് അത്യാവശ്യം വന്നാൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യാതെ വായ്പയും എടുക്കാം. റെക്കറിംഗ് ഡെപ്പോസിറ്റിൽ മാസം തോറും ഒരു ചെറിയ തുക നിശ്ചിത വർഷക്കാലത്തേക്ക് സ്ഥിരമായി മുടങ്ങാതെ നിക്ഷേപിക്കണം. ഫിക്സഡ് ഡെപ്പോസിറ്റിനുള്ള പലിശ ഇവയ്ക്ക് ലഭിക്കും. 1 വർഷം മുതൽ 10 വർഷം വരെയാണ് നിക്ഷേപ കാലാവധി. തവണ മുടങ്ങിയാൽ ചെറിയൊരു തുക പിഴ ഈടാക്കും. എവിടെ ചേരാമെന്നല്ലേ? എല്ലാ ബാങ്കുകളിലും സഹകരണ ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസിലും റെക്കറിംഗ് ഡെപ്പോസിറ്റ് തുടങ്ങാം. പ്രതിമാസം 100 രൂപ മുതൽ എത്ര തുക വേണമെങ്കിലും അടയ്ക്കാം. ഒരിക്കൽ തുകയും കാലാവധിയും നിശ്ചയിച്ചാൽ പിന്നീട് മാറ്റാനാകില്ല. എല്ലാ മാസവും പണം ബാങ്കുകളിൽ നേരിട്ടടയ്ക്കാം. ചെക്ക് നൽകാം. ഓട്ടോ ഡെബിറ്റ് വഴിയും അടയ്ക്കാം. ശമ്പള അക്കൗണ്ടുള്ള ബാങ്കിൽ റെക്കറിംഗ് ഡെപ്പോസിറ്റ് ചേരുന്നതാണ് നല്ലത്. ശമ്പള ദിനത്തിൽ പണം ഡെബിറ്റ് ചെയ്യാനുള്ള ഓട്ടോ ഡെബിറ്റ് ഏർപ്പെടുത്തിയാൽ നിശ്ചിത തുക ഓട്ടോമാറ്റിക്കായി റെക്കറിംഗ് ഡെപ്പോസിറ്റിലേക്ക് മാറും. 5-10 വർഷം കഴിയുമ്പോൾ വലിയ തുകയായി അക്കൗണ്ടിൽ തിരിച്ചെത്തും. നിക്ഷേപത്തിന് 6.25% വാർഷിക പലിശ നൽകുന്ന ഒരു ബാങ്കിന്റെ റെക്കറിംഗ് ഡെപ്പോസിറ്റിൽ പ്രതിമാസം 1000 രൂപ വീതം 5 വർഷം നിക്ഷേപിച്ചാൽ കാലാവധി പൂർത്തിയാകുമ്പോൾ 70,525 രൂപ ലഭിക്കും. എന്നാൽ ഉപഭോക്താവ് യഥാർത്ഥത്തിൽ മുടക്കുന്നത് 60,000 രൂപയും മാത്രമാണ്. പ്രതിമാസം 5000 രൂപ നിക്ഷേപിച്ചാൽ 10 വർഷം കഴിയുമ്പോൾ 8.33 ലക്ഷം രൂപ ലഭിക്കും. ഇക്കാലയളവിൽ മുടക്കുന്നത് 6 ലക്ഷം രൂപ മാത്രം. പ്രതിമാസ നിക്ഷേപം 10,000 രൂപയാണെങ്കിൽ 10 വർഷത്തിൽ 16.66 ലക്ഷമായി വളരും. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.